റൈറ്റ്, അപ്പോൾ ഗുഡ് മോർണിംഗ് യൂത്ത് ഫോർ മിഷൻ മിഷൻസ് ഇന്ത്യയുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ കനത്ത മഴയാണ്, അതുകൊണ്ട് പവറും എല്ലാം പോയി കിടക്കുകയാണ്. സോ ബാറ്ററി ഒരു 1.5 മണിക്കൂർ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രയാസമില്ലാതെ ഇത് ഭംഗിയായി കടന്നു പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് നമ്മുടെ വിഷയം ഒരു ഇൻട്രസ്റ്റിംഗ് ഭാഗമാണ്. ദ ഗ്രേറ്റസ്റ്റ് പേഴ്സൺ എവർ ബോൺ, ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ. ഇപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുക, ബൈബിളിൽ ഏറ്റവും വലിയ കഥാപാത്രം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പല പേരുകളും പറയും. യേശു ക്രിസ്തു എന്ന് പറയും, പൗലോസ് എന്ന് പറയും, പത്രോസ് എന്ന് പറയും, പഴയ നിയമത്തിലാണെങ്കിൽ ഏലിയാവ് എന്ന് പറയും. നിങ്ങൾ പല പേരും പറയും. പക്ഷെ ഞാൻ ഗ്യാരണ്ടി പറയാം, യോഹന്നാൻ സ്നാപകൻ ഒരുത്തനും പറയത്തില്ല. അതാണ് അതിൻ്റെ സത്യം, അല്ലേ? എന്നാൽ യേശു ക്രിസ്തുവിനോട് ഇതേ ചോദ്യം ചോദിച്ചേ, യേശു ക്രിസ്തുവിനോട് ഇതേ ചോദ്യം ചോദിക്കുക, കർത്താവ് ആരാ ഏറ്റവും വലിയ ഉള്ളി എന്ന് ചോദിച്ചാൽ കർത്താവ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന വ്യക്തിയാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ സ്നാപകൻ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ കെൻ വി ബി ഗ്രേറ്റ് ഇൻ ഗോഡ്സ് ഐസ്, കർത്താവിൻ്റെ കണ്ണിൽ എങ്ങനെ വലിയവനാകാൻ സാധിക്കും. അതാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്ന വിഷയം. ബീയിങ് ഗ്രേറ്റ് നോട്ട് ഇൻ ദി ഐസ് ഓഫ് മാൻ ബട്ട് ഇൻ ദി ഐസ് ഓഫ് ഗോഡ്. വിശ്വാസികളുടെ കണ്ണിൽ പോലും വലിയവനല്ലാത്ത യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ക്രിസ്തു പറഞ്ഞു, സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരുമില്ല. അപ്പോൾ ഇഫ് ജീസസ് സെഡ് ഇറ്റ്, വി ബെറ്റർ പേ അറ്റൻഷൻ ടു ഇറ്റ്, അല്ലേ? എന്തുകൊണ്ട് കർത്താവ് അത് പറഞ്ഞു? അതുകൊണ്ട് നമ്മൾ അത് ഒരുമിച്ച് ഇന്ന് പഠിക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തെയും അതുപോലെ ക്രമീകരിക്കാൻ ഇന്ന് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതൊരു ഇച്ചിരിയുടെ ഡീറ്റെയിൽ സ്റ്റഡി ആയിട്ട് എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെങ്കിൽ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മാത്യു ചാപ്റ്റർ 3 വിൽ ലിമിറ്റ് അവർ സെൽഫ്സ് എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഓൾറൈറ്റ്. എന്നാൽ 3-ാമത്തെ അധ്യായം തുടങ്ങുന്നതിന് മുമ്പ് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാമത്തെ അധ്യായത്തിലും കൂടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞാൻ വായിച്ചു തുടങ്ങാം. 11th ചാപ്റ്റർ ആകുമ്പം വി വിൽ നോട്ട് ലുക്ക് അറ്റ് ദിസ് പോർഷൻ ഇൻ ഡീറ്റെയിൽ. ഓക്കെ, 11th ചാപ്റ്ററിൽ ഇപ്രകാരം പറയുന്നു, മാത്യു 11:7 ഓൺവേർഡ്സ്. അവർ പോയ ശേഷം യേശു യോഹന്നാനെ കുറിച്ച് പുരുഷാരത്തോട് പറഞ്ഞു തുടങ്ങിയത്, നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? അല്ല, എന്ത് കാണുവാൻ പോയി? മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ? മാർദ്ദവ വസ്ത്രം ധരിക്കുന്നവർ രാജഗൃഹങ്ങളിലല്ലയോ? അല്ല, എന്തിനു പോയി? ഒരു പ്രവാചകനെ കാണുവാനോ? അതെ, പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുന്നായി അയക്കുന്നു, അവർ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിൽ വലിയവനാകുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇതാണ് യോഹന്നാൻ സ്നാപകൻ്റെ യേശുക്രിസ്തുവിൻ്റെ CV. ഓക്കെ, സോ ജീസസ് ഇസ് ഡിസ്ക്രൈബിങ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ഞാൻ ഇന്ന് സ്റ്റഡിയിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിച്ചോട്ടെ. നാളെ 5:30 നമ്മുടെ ഉണർഫ് ടെൻറ്റ് ഇൻ എറണാകുളം, വേർഷിപ്പ് ആൻഡ് വേർഡ്, നമ്മുടെ ഇംഗ്ലീഷിലുള്ള വേർഷിപ്പ് ആൻഡ് വേർഡ് വൺസ് എ മന്ത്, 3rd Sunday എറണാകുളത്ത് റെനായ് ടെൻറ്റിൽ നടക്കുന്നു. നാളെ ഐ വിൽ ബി പ്രീച്ചിങ്. അതുകൊണ്ട് കൊച്ചിയിലുള്ള എല്ലാ ദൈവമക്കളും കൂടി വരണം. ഇറ്റ്സ് എ ഗുഡ് ടൈം ഓഫ് ഫെലോഷിപ്പിംഗ്, വേർഷിപ്പ് ആൻഡ് വേർഡ്. 5:30 PM എവറി 3rd Sunday, ഹോട്ടൽ റെനായ്, പാലാരിവട്ടം. ഓക്കെ, അപ്പോൾ എറണാകുളത്തുള്ള സഹോദരി സഹോദരന്മാരെ, ഐ ഹോപ്പ് ടു സീ യു ടുമോറോ. ഓക്കെ, അപ്പോൾ യേശുക്രിസ്തു ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുക, സ്ത്രീകളിൽ ജനിച്ചവരിൽ ഇവനേക്കാൾ വലിയവനൊന്നുമില്ല. പക്ഷെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കണ്ടോ? നിങ്ങൾ എന്ത് കാണാനാ പോയെ? വാട്ട് ഡിഡ് യു ഗോ? നിങ്ങൾ ഈ മരുഭൂമിയിലേക്ക് പോയി എന്ത് കാണാനാ? നല്ല ഉടുപ്പിട്ട ഒരു വ്യക്തിയെയോ? അല്ല. പിന്നെ എന്തോ നിങ്ങൾ കാണാൻ പോയത്? കാറ്റിനാൽ അലയുന്ന നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോയത്? എല്ലാവരും ഓടിപ്പോയത് എന്ത് കാണുവാനാ? എന്നിട്ട് പറയാണ്, ഇവൻ പ്രവാചകനിലും വലിയവനാണ്, യോഹന്നാൻ സ്നാപകനെ പോലെ വേറൊരുവൻ ഇല്ല. സോ ദർ വാസ് സംതിങ് വെരി യുണീക്ക് അബൌട്ട് ദിസ് മാൻ. ഈ മനുഷ്യനെക്കുറിച്ച് അസാധാരണമായ ചില കാര്യങ്ങൾ, അതാണ് ഇന്ന് നമ്മുടെ ചിന്താവിഷയം. അത് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നു. ഇന്നത്തെ സ്റ്റഡി നമുക്ക് അവസാനിപ്പിക്കാം. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ ദൈവം നമ്മളെ പഠിപ്പിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു, യഹൂദിയ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, കർത്താവിൻ്റെ വഴി ഒരുക്കി അവൻ്റെ പാത നിരപ്പാക്കുവീൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് ഇവൻ തന്നെ. ഓക്കെ, വാട്ട് ഈസ് ദ യുണീക്നെസ് അബൌട്ട് ദിസ് മാൻ?
അപ്പോൾ രണ്ടാമത്തെ അധ്യായം യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തു നസറേത്തിൽ നിന്ന്. ഓക്കെ, പിന്നെ 30 വർഷത്തെ ഗ്യാപ്പ്, ഓൾമോസ്റ്റ് 30 വർഷത്തെ ഗ്യാപ്പിന് ശേഷം പിന്നെ യേശുക്രിസ്തുവിനെ കാണുന്നത് ഇവിടെയാണ്. അതിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയത്തില്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കുറച്ച് പറയുന്നുണ്ട് യേശുക്രിസ്തുവിന്റെ ഇടയ്ക്കുള്ള ഒരു സംഭവം, യെരുശലേമിൽ മാതാപിതാക്കളോട് കൂടെ പോയതൊക്കെ. ദ ബൈബിൾ ഇസ് സൈലന്റ് അബൌട്ട് ദോസ് ഇയേഴ്സ്. എന്നാൽ ആ കാലത്ത് യേശുക്രിസ്തു ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇവിടുത്തെ നമ്മുടെ ഇന്ത്യയിലെ സന്യാസിമാർ പറയുന്നത് ഇവിടെ ഇന്ത്യയിൽ ഇടയ്ക്ക് വന്നെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ചുമ്മാ അവർ പലതുമൊക്കെ പറയും. അതൊന്നും അല്ല കാര്യം, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ ഈ 30 years വെൻ ഹീസ് എൻറ്ററിങ് ഇൻ ടു മിനിസ്ട്രി, കർത്താവിൻ്റെ മിനിസ്ട്രി തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം വരികയാണ്, യോഹന്നാൻ സ്നാപകൻ. വെരി യുണീക്ക് മാൻ. ഏത് ലെവലിൽ വെച്ച് നോക്കിയാലും ഹി വാസ് യുണീക്ക്, അസാധാരണമായ. തൻ്റെ ജനനം തന്നെ അസാധാരണമായിരുന്നു, അല്ലേ? തുടങ്ങിയത് എവിടെ? ഹിസ് ബർത്ത് വാസ് യുണീക്ക്. നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല എന്നുള്ള ഉറപ്പായിരുന്നു സക്കറിയാവിനും എലിസബത്തിനും. ദേ വർ ഷുവർ ദേ വുഡ് നോട്ട് ഹാവ് ചിൽഡ്രൻ. എന്നാൽ ദൈവം അവർക്ക് കൊടുത്തു. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, പെട്ടെന്ന് പറയട്ടെ. സക്കറിയാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കുറേ നാളത്തേക്ക്, കർത്താവേ ഞങ്ങൾക്ക് കുഞ്ഞിനെ തരണേന്ന്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രാർത്ഥന അങ്ങ് നിർത്തി. പ്രാർത്ഥന നിർത്തിയെന്ന് മാത്രമല്ല, പ്രാർത്ഥന വിഷയം പോലും മറന്നുപോയി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ കാരണം ഞാൻ പറയാം. പ്രാർത്ഥനയുടെ ഉത്തരം ദൂതൻ ഇങ്ങനെ വന്ന് നിൽക്കുക സക്കറിയാവിന് മുമ്പ്. സക്കറിയാവേ, ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടു. സക്കറിയാവ് മലയാളിയായിരുന്നെങ്കിൽ പറഞ്ഞേനെ, ഒന്ന് പോ, എന്തോ ഈ പറയുന്നതെന്ന്, അതായിരിക്കും പറഞ്ഞേനെ. ദാറ്റ്സ് എക്സാക്ട്ലി ഹൗ ഹി റെസ്പോണ്ടഡ്. ഞാനത് എൻ്റെ മലയാള ഭാഷയിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്തോ ഈ പറയുന്നത്, നടക്കുന്ന കാര്യം വല്ലതും പറ എന്നുള്ളതാണ് ഉത്തരം പറഞ്ഞത്. അപ്പം ദൂതൻ പറഞ്ഞു, നീ അത് വിശ്വസിക്കുന്നില്ല, നീ മിണ്ടണ്ട കുറച്ച് നാളത്തേക്ക്, യുനോ, ബിക്കോസ് ഹി കുഡ് നോട്ട് ബിലീവ് ഫോർ ഹിസ് പ്രെയർ. നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ഇങ്ങനെ നമ്മൾ ആദ്യം പ്രെയർ പോയിന്റ് പറയും, അല്ലേ? കുറച്ച് കഴിയുമ്പോൾ പ്രെയർ പോയിന്റ് നമ്മൾ പറയത്തില്ല. കാരണം എന്താ? എത്ര പ്രാവശ്യം ഈ പ്രെയർ പോയിന്റ് സെയിം തിങ് പറയുന്നത്? എത്ര നാൾ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരവൊന്നും ലഭിക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രെയർ പോയിന്റ് പറയത്തില്ലെന്ന് മാത്രമല്ല, നമ്മൾ പ്രാർത്ഥിച്ചെന്നുള്ള കാര്യം പോലും നമ്മൾ മറന്നുപോകും, അല്ലേ? ബട്ട് ഐ വോണ്ട് ലെറ്റ് യു നോ ദിസ് മോർണിംഗ്, നമ്മുടെ പ്രാർത്ഥന വിഷയം നമ്മൾ മറന്നാലും സ്വർഗം മറക്കത്തില്ല. എന്നെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു തുള്ളി കണ്ണുനീര് കർത്താവിൻ്റെ സന്നിധിയിൽ പൊഴിച്ചിട്ടുണ്ടെങ്കിൽ, തക്ക സമയത്ത് കർത്താവ് നമുക്ക് പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം തരും. അവൻ്റെ വഴിയിൽ, അവൻ്റെ സമയത്ത്. എൻ്റെ വഴിയും എൻ്റെ സമയവുമല്ല, ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് വരണമെന്നില്ല. പക്ഷെങ്കിൽ ഞാൻ എൻ്റെ പ്രാർത്ഥനാ വിഷയം മറന്നാലും സ്വർഗം മറക്കത്തില്ല എന്നുള്ള തെളിവാണ് യോഹന്നാൻ സ്നാപകൻ. ഞാൻ ഒന്നുകൂടെ അതിനോട് ചേർത്ത് പറഞ്ഞോട്ടെ. അവസാനം താമസിച്ച് പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം താമസിക്കുക. ജനിച്ചപ്പം സാധാരണ കുഞ്ഞല്ല ജനിച്ചത്, അല്ലേ? അവർ പ്രാർത്ഥിച്ചത് കർത്താവ് ഏതെങ്കിലും ഒരു കുഞ്ഞിനെ തരണമെന്നാ, അല്ലേ? അതായിരുന്നു അവരുടെ പ്രാർത്ഥനാ വിഷയം. ദൈവം കൊടുത്തപ്പം എങ്ങനത്തെ പുത്രനെ കൊടുത്തതെന്നറിയാവോ? സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയവനെ ദൈവം കൊടുത്തു. വിച്ച് മീൻസ് സംടൈംസ് വെൻ യുവർ ആൻസേഴ്സ് ആർ ഗെറ്റിംഗ് ഡിലേഡ്, യുവർ മിറക്കിൾ ഇസ് ബിക്കമിങ് ഗ്രേറ്റർ. അതാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? ഒരു പക്ഷെങ്കിൽ എൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം താമസിക്കും തോറും അത്ഭുതത്തിൻ്റെ വലിപ്പം കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ള തെളിവാണ് യോഹന്നാൻ സ്നാപകൻ. ആകട്ടെ, അതാണ് അവൻ്റെ ജനനം തന്നെ അസാധാരണമായ ജനനം. രണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ വലിയ പ്രവാചകൻ, മശിഹയ്ക്ക് വഴിവെട്ടി ഒരുക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ വലിയ പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ സ്ഥലം തിരഞ്ഞെടുത്തപ്പോൾ എവിടാ തിരഞ്ഞെടുത്തതെന്നറിയാമോ? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു, അവൻ യഹൂദിയ മരുഭൂമിയിലാണ് പ്രസംഗിച്ച്. ഹീസ് ഇൻ ദ വിൽഡർനെസ്. ഞാൻ എന്നും ദൈവത്തോട് പറയുമായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ തിരുവല്ല വിട്ടപ്പം പഠിക്കാൻ വേണ്ടി പോയി. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് ഈ സ്ഥലം വിടണം. കാരണം ഞാനൊരു മിഷനറിയുടെ മോനായിട്ട് ജനിച്ചു, എനിക്ക് ശ്വാസം മുട്ടി ഞാൻ ചത്തു, എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. അപ്പോൾ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ഇവിടുന്ന് ഇറങ്ങി. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കർത്താവിനെയൊക്കെ അറിഞ്ഞ് കർത്താവുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടപ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഐ എം വില്ലിങ് ടു ഡു വാട്ട് എവർ യു വാണ്ട്. എന്നാൽ ജോലിയിലൊക്കെ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരുന്നപ്പം അവസാനം കർത്താവ് പറഞ്ഞു, നീ തിരിച്ച് തിരുവല്ല തന്നെ വരണം. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവ് എന്നെ സൊമാലിയയിലോട്ട് വേണമല്ലോ അയച്ചു, തിരുവല്ലയിൽ ഇടയ്ക്കരുത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചില പ്രിഫറൻസസ് ഉണ്ട്, നമുക്കതൊന്നും പറ്റത്തില്ല, ബാക്കി എവിടെ വീണേലും പോക്കോളാം. കർത്താവ് പറഞ്ഞില്ല, അവിടെ തന്നെ പോകണം. പിന്നെ ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമാണ്, എന്നെക്കുറിച്ച് യൂത്ത് മിനിസ്ട്രി ആഗ്രഹിക്കുന്നത് ഏർബനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ തിരുവല്ല പോയി എന്നാ ചെയ്യാനാ? എല്ലാം പ്രായമുള്ളവരും, ഐ മീൻ വോട്ടേമ. പക്ഷെങ്കിൽ ഈ ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് ഇരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ഒന്നാമത്തെ
കടമ. അല്ലാതെ ഏറ്റവും പ്രോസ്പെക്റ്റീവായിട്ടുള്ള സ്ഥലം തിരഞ്ഞെടുക്കണമെന്നുള്ളതല്ല ദൈവത്തിൻ്റെ ആഗ്രഹം. അത് ഏത് മേഖലയിലും, ഇറ്റ് ക്യാൻ ബി മിനിസ്ട്രി, ഇറ്റ് ക്യാൻ ബി വർക്ക്, ഇറ്റ് ക്യാൻ ബി യുവർ സ്റ്റഡീസ്. A follower of Jesus has to be in the place where God wants you to be. ദൈവം എവിടെ ആഗ്രഹിക്കുന്നു അവിടെ. ഇപ്പൊ എനിക്ക് ചോയ്സ് വിട്ടു തന്നാൽ ഞാൻ ഒരിക്കലും മരുഭൂമിയിൽ പോയി താമസിക്കത്തില്ല. ഞാൻ താമസിക്കത്തില്ല. ഞാൻ കർത്താവിന് വഴിവെട്ടാനാണ് ആഗ്രഹിച്ചതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഏറ്റവും നല്ല സ്ഥലം, ഏറ്റവും പോപ്പുലേഷൻ ഉള്ള സ്ഥലം, ഏറ്റവും ഇപ്പം ഞാൻ യെരുശലേമിലാണെങ്കിൽ ഞാൻ ടെൽ അവീവിൽ നിന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന വിധത്തിൽ ഞാൻ എന്നെ തന്നെ ബേസ് ചെയ്യത്തുള്ളൂ, അല്ലേ? കർത്താവ് പറഞ്ഞു, നീ അവിടെങ്ങും പോണ്ട, നീ മരുഭൂമിയിൽ നിന്നാൽ മതി. സോ ഹിസ് ലൊക്കേഷൻ ഓൾസോ വാസ് യുണീക്ക്. കാരണം ചിലപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ മരുഭൂമിയിലോട്ട് ഇരുന്നാലേ ദൈവശബ്ദം കേൾക്കാനൊക്കത്തുള്ളൂ, മനസ്സിലായോ? അതർവൈസ് ദ നോയ്സ് ഇസ് സോ ഹൈ, ഇറ്റ്സ് ബസ്സിങ്. എനിക്കാണെങ്കിൽ ഈ ബസ്സും ബഹളവും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ വെൻ ഇറ്റ്സ് ബസ്സിങ്, സംടൈംസ് യു മൈറ്റ് മിസ് ഔട്ട് ഓൺ ദ വോയിസ് ഓഫ് ഗോഡ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ, ഹിസ് ലൊക്കേഷൻ ഓൾസോ വാസ് വെരി യുണീക്ക് ഇൻ ദ വിൽഡർനെസ്. പിന്നെ ദൂത് ദൈവം തന്നാ ഉണ്ടല്ലോ, പട്ടണത്തിലുള്ളവൻ മരുഭൂമിയിൽ വരും നിന്റെ ദൂത് കേൾക്കാൻ. അതാണ് അതിൻ്റെ വ്യത്യാസം. ദൂതുള്ളവൻ അവൻ എവിടെ ഇരുന്നാലും അവനെ തേടി ആളുകൾ വരും. എന്നാൽ ഇവിടെ അടുത്ത് നമ്മൾ കാണുന്ന ഹിസ് ലൈഫ് സ്റ്റൈൽ വാസ് യുണീക്ക്, ഹിസ് മെസ്സേജ് വാസ് യുണീക്ക്, ഹിസ് ആറ്റിറ്റ്യൂഡ് വാസ് യുണീക്ക് ആൻഡ് ഹിസ് കോമൻഡേഷൻ വാസ് യുണീക്ക്. നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്കിത് ഓരോന്ന് പറഞ്ഞു. ഞാൻ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. എൻ്റെ പ്രസംഗത്തിൻ്റെ പോയിന്റ്സ് ആണിത്. എന്നാൽ ഈ മാത്യു ചാപ്റ്റർ 3 നമുക്ക് വിൽ ജസ്റ്റ് ക്വിക്ക്ലി ഗോ ത്രൂ ദിസ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ? അപ്പോൾ ഇവിടെ യോഹന്നാൻ്റെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് പറഞ്ഞു. ഒന്ന്, മരുഭൂമിയില്ല, അപ്പോൾ ആളുകൾ താമസിക്കുന്ന സ്ഥലത്തല്ല താമസിക്കുന്നത്. 2, 4-6, ചാപ്റ്റർ 3 വേഴ്സസ് 4-6, യോഹന്നാന് ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ഉണ്ടായിരുന്നു. അവൻ്റെ ആഹാരമോ വെട്ടിക്കിളിയും കാട്ടുതേനുമായിരുന്നു. അന്ന് യെരുശലേമ്യരും യഹൂദ്യ ദേശക്കാരെയും യോർദാന്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനം ഏറ്റു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു യുണീക്ക് ലൈഫ് സ്റ്റൈൽ ഉണ്ട്. എന്താണ് യുണീക്ക് ലൈഫ് സ്റ്റൈൽ? ഒട്ടക രോമം കൊണ്ട് ഉള്ള ഉടുപ്പ്, അരയിൽ തോൽ വാറും. ഇത് സാധാരണ മനുഷ്യർ ഉടുക്കുന്നതല്ല. If you want to look at the reference of this costume, പഴയ നിയമത്തിൽ ഏലിയാവിൻ്റെ കോസ്റ്റ്യൂമാണ് ഈ കോസ്റ്റ്യൂം. ഏലിയാവിൻ്റെ കോസ്റ്റ്യൂമാണ്. സി, ഐഡിയലി പുരോഹിത വർഗത്തിൽ പെടുന്നവണ് ആ സെക്രട്ടറിയാവ്, അല്ലേ? ഹി ഷുഡ് ബി വെയറിങ് ദോസ് റോബ്സ്, അല്ലേ? പക്ഷെ അതല്ല പുള്ളി ചെയ്യുന്നത്. ഹി ചോസ് ടു ഐഡന്റിഫൈ വിത്ത് ദ ലൈഫ് സ്റ്റൈൽ ഓഫ് എ പ്രോഫറ്റ്. ഒരു പ്രവാചകന്റെ ജീവിത ശൈലിയുമായി താരതമ്യപ്പെടുത്തുവാൻ ആഗ്രഹിച്ചു. അന്ന് ആളുകൾ ഏതൊക്കെ വിധത്തിൽ ഡ്രസ് ചെയ്തു എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ഹി വാസ് വെരി ക്ലിയർ, ഹി വുഡ് ഐഡന്റിഫൈ ഹിംസെൽഫ് വിത്ത് ദ ലൈഫ് സ്റ്റൈൽ ഓഫ് എ പ്രോഫറ്റ്. പ്രവാചകന്റെ ജീവിതശൈലിയുമായി അനുരൂപപ്പെട്ടു എന്നുള്ളതാണ്. എന്താണ് ഈ പ്രവാചകന്റെ ജീവിതശൈലി? പഴയ നിയമത്തിനും പുതിയ നിയമത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന പഴയ നിയമ പ്രവാചകനാണ് യോഹന്നാൻ സ്നാപകൻ. ഹി സ്റ്റിൽ ഇൻ ദ ഓൾഡ് കവനന്റ്. കാരണം ക്രിസ്തു മരിച്ചിട്ടില്ല, നിങ്ങൾ ഓർത്തോണം. ഈ ബ്രിഡ്ജിൻ്റെ അവിടെ നിൽക്കുമ്പോൾ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് നമ്മൾ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ നസീർ വ്രതക്കാരനായിരുന്നു. ഹി വാസ് എ നാസറൈറ്റ്, അല്ലേ? നാസറീൻ അല്ല, അത് നസറേത്തിൽ നിന്ന് വന്നവൻ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളത്. നസീർ വ്രതക്കാരനാണ്, നാസറൈറ്റ്. അപ്പോൾ ഈ നസീർ വ്രതക്കാരനെ കുറിച്ച് നമ്മൾ ഒന്ന് പഠിക്കണം. അപ്പോൾ ആരോടെങ്കിലും ചോദിക്കുക നസീർ വ്രതക്കാരൻ ആരാന്ന് ചോദിച്ചാൽ അവർ പറയും വീഞ്ഞും മദ്യവും തുടരുത്, അല്ലേ? ശവത്തിനടുക്കൽ പോകരുത്, മുടി വെട്ടാൻ പാടില്ല, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡെപ്തിലൊന്ന് നോക്കി കേട്ടോ. അവിടെ ഒരു ഭാഗമുണ്ട്, അതായത് സംഖ്യാപുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു. നസ്ർ വ്രതക്കാരെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. വീഞ്ഞും മദ്യവും വർജിച്ചിരിക്കണം, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. വീഞ്ഞിൻ്റെ കാടിയും മദ്യത്തിൻ്റെ കാടിയും കുടിക്കരുത്. മുന്തിരിപ്പഴത്തിൻ്റെ യാതൊരു രസവും കുടിക്കരുത്. മുന്തിരിങ്ങ പഴുത്തതാകട്ടെ ഉണങ്ങതാകട്ടെ തിന്നുകയും വരുത്. തൻ്റെ നാസിർ വ്രതകാലത്തൊക്കെയും കുരുതൊട്ട് തൊലി വരെ മുന്തിരിങ്ങ കൊണ്ട് ഉണ്ടാക്കുന്നതൊന്നും അവൻ തിന്നരുത്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകാം കേട്ടോ. ഇപ്പം തിന്നരുത്, കുടിക്കരുത്, വീഞ്ഞ് തുടരുത്, ഇതെല്ലാം പഴയ നിയമം, ഇത് പുതിയ നിയമമല്ല കേട്ടോ. ദിസ് ഇസ് നോട്ട് ന്യൂ കവനന്റ്. ന്യൂ കവനന്റ് ഇസ് നോട്ട് അബൌട്ട് വാട്ട് യു ക്യാൻ ഡ്രിങ്ക് ഓർ വാട്ട് യു ക്യാൻ ഈറ്റ്. അതല്ല പുതിയ നിയമം. ഓക്കെ, ഇറ്റ് ഈസ് ലൈഫ് ഇൻ ദ ഹോളി ഗോസ്റ്റ്. എന്നാൽ
ഐ വോണ്ട് യു ടു ഡ്രോ എ പ്രിൻസിപ്പിൾ. ഇവിടെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. സോ ഫോക്കസ് ഓൺ ദ പ്രിൻസിപ്പിൾ, നോട്ട് ഓൺ ദ ലീഗലിസം. ഓൾറൈറ്റ്. അപ്പൊ പഴയ നിയമത്തിൽ നസീർ വ്രതക്കാരൻ, ബാക്കിയുള്ളവർക്കെല്ലാം ചെയ്യാം, പക്ഷെ നസീർ വ്രതക്കാരൻ എന്ത് ചെയ്യണം? വീഞ്ഞും മദ്യവും വർജിക്കണം. ഹി ഹാസ് ടു സ്റ്റേ നോ ടു ആൽക്കോഹോൾ. അതാട്ടെ, ഓക്കെ ഫൈൻ. അത് കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോ? വീഞ്ഞിന്റെ കാടിയും മദ്യത്തിന്റെ കാടിയും കുടിക്കരുത്. മുന്തിരിപ്പഴത്തിന്റെ യാതൊരു രസവും കുടിക്കരുത് എന്ന് പറഞ്ഞാൽ ഗ്രേപ്പ് ജ്യൂസും കുടിക്കാൻ പാടില്ല. ശരി, അവിടെ നിൽക്കുന്നില്ല. പിന്നെന്താ പറയുന്നത്? മുന്തിരിങ്ങയും കഴിക്കരുത്. ഷടാ, ഇതെന്തൊരു പരിപാടിയാ? ദിസ് ഇസ് നോട്ട് ആപ്ലിക്കബിൾ ടു ദ ന്യൂ ടെസ്റ്റ്മെന്റ് ബിലീവർ കേട്ടോ. അതല്ല ഞാൻ ഇവിടെ പറയുന്നത്. ബട്ട് ഐ വോണ്ട് യു ടു ലുക്ക് അറ്റ് ദ സ്റ്റാൻഡേർഡ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞു വരുന്നതെന്നറിയോ? യു ഷുഡ് നോട്ട് ടച്ച് ആൽക്കഹോൾ, യു ഷുഡ് നോട്ട് ടച്ച് വൈൻ, യു ഷുഡ് നോട്ട് ടച്ച് ഗ്രേപ്പ് ജ്യൂസ്, യു ഷുഡ് നോട്ട് ടച്ച് റേസിൻസ്. പിന്നെ പറയുന്ന എന്നാ? തന്റെ നസീർ വ്രതക്കാലത്തൊക്കെയും കുരു തൊട്ട് തൊലി വരെ യാതൊരു സാധനവും മുന്തിരിങ്ങാൻ കൊണ്ടുള്ളത് തുടരുത്. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ്, ഇതിപ്പോൾ നാളെ നിങ്ങൾ മുന്തിരിങ്ങ കഴിക്കരുതെന്നല്ല ഞാൻ പറയാൻ വന്നത്. ദാറ്റ് ഇസ് നോട്ട് വാട്ട് ദ ആപ്ലിക്കേഷൻ. ദി ആപ്ലിക്കേഷൻ ഇസ് വിച്ച് ലൈഫ് സ്റ്റൈൽ വിൽ യു ചൂസ് ടു ഐഡന്റിഫൈ എന്നുള്ളതാണ്. ഫോർ ദ ന്യൂ ടെസ്റ്റ്മെന്റ് ബിലീവർ, ഇറ്റ്സ് നോട്ട് സെയിങ് I will stay away from that, but I will push the limit. The question is, how far can I be detached from the lifestyle of the world? അതാണ് അതിന്റെ ന്യൂ ടെസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾ. മനസ്സിലായോ? അതർവൈസ് വിൽ ഗെറ്റ് ഇൻ ടു ലീഗലിസം. അല്ലെങ്കിൽ നമ്മൾ ലീഗലിസ്റ്റിക് ആവും, അത് ചെയ്യരുത് ഇത് ചെയ്യരുത്. അതല്ല ഇന്നത്തെ പോയിന്റ്. ദ പോയിന്റ് ഇസ് ഹൗ ഫാർ am I willing to detach myself from. See, the lifestyle of a prophet is a higher standard. ഇപ്പൊ എല്ലാവരും യൂത്ത്സ് ഒക്കെ എന്നോടൊന്ന് ചോദിക്കും, ചെറിയ അതെന്താ അതങ്ങ് ചെയ്താൽ എന്താ അതിന്റെ പ്രശ്നം? വാട്ട് ഈസ് റോങ് ഇൻ ഇറ്റ്? അതാ ചോദ്യം. അവർ ചോദിക്കുന്ന ചോദ്യം കറക്റ്റ് ചോദ്യമാണ്, തെറ്റൊന്നുമല്ല. ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. ഞാൻ ഇപ്പൊ തന്നെ പറയാം, ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. ദ ക്വസ്റ്റ്യൻ ഇസ് നോട്ട് ഇഫ് ഇറ്റ് ഇസ് റൈറ്റ് ഓർ റോങ്. ദ ക്വസ്റ്റ്യൻ ഇസ്, will that lifestyle bring maximum glory to Jesus? That is the question. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അതാണ് ഇവിടുത്തെ ആപ്ലിക്കേഷൻ. ദ സ്റ്റാൻഡേർഡ് ഓഫ് എ പ്രോഫറ്റ് ഈസ് വെരി ഹൈ. ഇന്ന് ലോട്ട് ഓഫ് പീപ്പിൾ വോണ്ട് ടു കോൾ ദംസെൽവ്സ് പ്രോഫറ്റ്സ്, അല്ലേ? സ്വന്തമായിട്ട് തന്നെ ആ പേരുകൾ ഏറ്റെടുക്കും, പ്രോഫറ്റ്, അപ്പോസ്റ്റൽ, ഇത്. ബട്ട് ദേ ഡോണ്ട് വോണ്ട് ടു ടച്ച് ദ ലൈഫ് സ്റ്റൈൽ ഓഫ് എ പ്രോഫറ്റ്. ദ ലൈഫ് സ്റ്റൈൽ ഓഫ് എ പ്രോഫറ്റ് ഈസ് എ വെരി വെരി ഹൈ ലൈഫ് സ്റ്റൈൽ, യുണീക്ക് ലൈഫ് സ്റ്റൈൽ. സോ ഐ വോണ്ട് ടു ചാലഞ്ച്. ഇപ്പം നമ്മുടെ ബൈബിൾ സ്റ്റഡി വരുന്ന നമ്മുടെ ദൈവമക്കളോട് ഞാൻ ചാലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വാട്ട് ഈസ് ദ ലൈഫ് സ്റ്റൈൽ? ഇറ്റ്സ് നോട്ട് ദ ക്വസ്റ്റൻ അബൌട്ട് റൈറ്റ് ഓർ റോങ്. അതല്ല ഇവിടുത്തെ ചോദ്യം. ക്യാൻ ഐ, കാണ്ട് ഐ അല്ല. ഈസ് മൈ ലൈഫ് സ്റ്റൈൽ സംതിങ് ദാറ്റ് ഈസ് ഡ്രോയിങ് മീ ക്ലോസസ്റ്റ് ടു ദ ലോർഡ് ആൻഡ് ഡിറ്റാച്ചിങ് മീ ഫ്രം ദ വേൾഡ്? ഈ കുരു തൊട്ട് തൊലി എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ തിങ് വിച്ച് ഐ എം ഹാങ്ങിങ് അറൗണ്ട് ഇൻ ദ ബൗണ്ടറി? ഞാൻ ആ ബൗണ്ടറി ലൈനിൽ നിൽക്കുന്ന ചില മേഖലകളുണ്ട്. ഐ എം നോട്ട് വില്ലിംഗ് ടു കട്ട് ഓഫ് ദാറ്റ് സംതിങ്. ഐ എം നോട്ട് വില്ലിംഗ് ടു ക്ലിപ്പ് ഓഫ് ദിസ് വൺ സ്മോൾ തിങ്. ഇറ്റ് മൈറ്റ് നോട്ട് ബി റോങ് ഇൻ ഇറ്റ് സെൽഫ്. അതിൽ തെറ്റ് കാണത്തില്ല. ബട്ട് am I willing to graduate into the higher calling where I am willing to stay away from the boundaries? അപ്പോൾ the lifestyle was extremely unique. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ, we are in the world, we are not of it. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ്, നമ്മൾ ഈ ലോകക്കാരെ പോലല്ല. അവർക്ക് എന്തുമാകാം, നമുക്കൊക്കത്തില്ല. They may, we may not. And the question is never what's wrong with it. The question is, if I am able to, am I really able to glorify God with my lifestyle? So എല്ലാവരും, and it's a very personal thing. അത് നമ്മൾ ഞാൻ ഒരിക്കലും വേറൊരാളോട് പറയേണ്ട കാര്യമില്ല. I don't have to point my fingers and tell somebody else, but I need to point fingers at me. ഞാൻ എന്നോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എൻ്റെ ജീവിത ശൈലി പ്രവാചക തുല്യമാണോ എന്നുള്ളത് ചോദിക്കാൻ. I have to ask myself. ഞാൻ വേറെ ആരോടും ചോദിക്കണ്ട. I don't have to enforce it on anybody else either. But my personal convictions, am I willing to have the lifestyle of a prophet? ഇവിടാണ് rubber hits the road, അല്ലേ? ഇവിടാണ് അതിൻ്റെ പ്രയാസം. ബിക്കോസ് സോ മെനി തിങ്സ് വിൽ ഹാവ് ടു ബി ഷെഡ് അവേ. ചിലതിനെയൊക്കെ മുറിച്ച് മാറ്റിയേ തീരൂ. നമുക്ക് അതും ആകാം ഇതും ആകാൻ പറ്റത്തില്ല. ഇവിടാണ് പ്രയാസം. And everyone has to count the cost for himself. We don't have to implement and enforce it on anybody else. അതല്ല ഇവിടുത്തെ പോയിന്റ്. നമ്മൾ നാളെ ചെന്നാ എന്നാൽ നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ അങ്ങനെ ഒക്കത്തില്ല, ഇങ്ങനെ അതല്ല. What am I going to do?
വാട്ട് ഫോംസ് ഓഫ് എന്റർടൈൻമെന്റ് ഡു ഐ നീഡ് ടു ക്ലിപ്പ് ഓഫ്? ചില കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ആവശ്യമില്ല. തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റല്ലായിരിക്കാം, പക്ഷെ അത് വേണ്ട. എന്തിന്? പ്രവാചകന്റെ ജീവിതശൈലിയാണോ? അതാണ് നമ്മൾ ചോദിക്കേണ്ടത്. പ്രവാചകന്റെ we should live a lifestyle that will eliminate every opportunity that will distract us from the Lord. ക്രിസ്തുവിൽ നിന്ന് നമ്മളെ വ്യതിചലിക്കുന്ന ഏറ്റവും ചെറിയ കാര്യത്തിൽ നിന്ന് പോലും നാം മാറി നിന്നാൽ യോഹന്നാൻ സ്നാപകനെ പോലെ വളരെ ഷാർപ്പ് ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് കാണും. മനസ്സിലായോ? ആൻഡ് ദാറ്റ് ഇസ് സപ്പോസ് ടു ബി ഡിസൈഡഡ് ബിറ്റ്വീൻ യു ആൻഡ് ഗോഡ്. അത് വേറൊരാൾ പറഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമല്ല, എൻ്റെ കൺവിക്ഷൻസ് കൊണ്ട് ഞാൻ ചെയ്യേണ്ട കാര്യം. അപ്പോൾ പലപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് ചോദിക്കും, അപ്പോൾ എക്സ്പ്ലെയിൻ ടു അസ് ആസ് ടു വൈ വി കാൺട്ട്. അപ്പം ഞാൻ പറയും, സി മക്കളെ, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു എക്സ്പ്ലെയിൻ, ബട്ട് ദിസ് ഇസ് നോട്ട് അബൌട്ട് എക്സ്പ്ലെയിനിങ് ഇറ്റ്. ദിസ് ഇസ് അബൌട്ട് ഹൗ ബെസ്റ്റ് ക്യാൻ ഐ വാക്ക് ക്ലോസസ്റ്റ് ടു ദ ലോഡ്. അപ്പം ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ നിങ്ങളെ അനുവദിക്കുന്നു, ഐ എം ഗിവിംഗ് യു പെർമിഷൻ ടു ഡു XYZ എന്ന് വെച്ചോ. വിൽ ദിസ് ആക്ടിവിറ്റി ബ്രിങ് ഗ്ലോറി ടു ഗോഡ് ആൻഡ് ഡ്രോ യു ക്ലോസർ ടു ക്രൈസ്റ്റ്? അത് നിങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ ഉത്തരം പറ. ഇപ്പൊ തെറ്റാണോ എന്ന് എന്നോട് ചോദിച്ചാൽ ചിലപ്പോൾ തെറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇറ്റ് മൈറ്റ് നോട്ട് ബി റോങ് ഇൻ ഇറ്റ് സെൽഫ്, ബട്ട് is it bringing my lifestyle to the lifestyle of a prophet? അതുകൊണ്ട് ഈ വിശ്വാസി സമൂഹം, we are all believers in the Lord Jesus. വിശ്വാസി സമൂഹത്തിൽ പോലും പ്രവാചകന്റെ ജീവിതശൈലി ആഗ്രഹിക്കണം നമ്മൾ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? We have to aspire to have the lifestyle of a prophet. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ could have worn anything and it wouldn't have been wrong in itself, but he chose to identify himself with the prophet. ഏലിയാവിനെ പോലെ നിൽക്കുവാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരുന്നത് കൊണ്ട്, ബിക്കോസ് ഹി ഹാഡ് എ യുണീക്ക് ലൈഫ് സ്റ്റൈൽ, എന്ത് സംഭവിച്ചു? ഹി ഹാഡ് എ യുണീക്ക് മെസ്സേജ്. അപ്പോൾ അവിടെ ഇവിടെ ഉള്ളവരെല്ലാം അങ്ങോട്ട് പോയി. എങ്ങോട്ടാ പോയത്? മരുഭൂമിയിലേക്ക് പോയി. ആരൊക്കെയാ പോകുന്നത്? സാധാ ജനം പോകുന്നുണ്ട്, ചുങ്കക്കാർ പോകുന്നു, പാപികൾ പോകുന്നു. അതിൻ്റെ കൂട്ടത്തിൽ മറ്റു കൂട്ടരും പോകുന്നുണ്ട്. നല്ല നിലയും വിലയുമുള്ള പരീശന്മാരും സദൂക്യരും പോകുന്നുണ്ട്. അവരും പോവുക യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ. എന്തിനാ? പാപം ഏറ്റു പറയാം. അപ്പോൾ അത്രയും യുണീക്ക് ഒരു മെസ്സേജ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മെസ്സേജ് നിങ്ങൾക്കൊന്ന് കേൾക്കാം. അപ്പോൾ 9 to 12, ദാറ്റ് ഇസ് ഹിസ് മെസ്സേജ്. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം എല്ലാം വെട്ടി തീയിൽ ഇട്ട് കളയുന്നു. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേ ഉള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടുപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ ശ്രദ്ധിക്കുന്നത് അറിയോ? അപ്പം ഞാനത് ഒന്നുകൂടെ 13 to 17 കൂടെ വായിച്ചിട്ട് ഐ വിൽ കം ബാക്ക്. 13 to 17. അനന്തരം യേശു യോഹന്നാൻ സ്നാപം ഏൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കര അവൻ്റെ അടുക്കൽ വന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ യോഹന്നാൻ സ്നാപകനെ ഈ ഭയങ്കരമായിട്ട് പോപ്പുലാരിറ്റി ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പോപ്പുലാരിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നപ്പം ആളുകളെല്ലാം അടുക്ക വന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെയും കൂടെ സ്നാനപ്പെടുത്തണം, മാനസാന്തരത്തിൻ്റെ സ്നാനം. അപ്പം എന്താ പറഞ്ഞതെന്നറിയോ? ഈ പരീശന്മാരെയും സദൂക്യരെയും വിളിച്ച പേര് നിങ്ങൾ ശ്രദ്ധിച്ചോ? സർപ്പസന്തതികളെ എന്ന്. യു ബ്രൂഡ് ഓഫ് വൈപ്പേഴ്സ്. നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് എന്തൊരു പരിപാടിയാണ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ. ഈ പ്രസംഗം കേൾക്കാൻ ഒരാൾ വരിക, അവരെ വിളിക്കുകയാണ് സർപ്പ സന്തതികളെ, യു ബ്രൂഡ് ഓഫ് വൈപ്പേഴ്സ്. ഞാനൊന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. 7ാമത്തെ വാക്യം കേട്ടോ, സർപ്പസന്തതികളെ. അപ്പം ഞാൻ ഒന്ന് ചോദിക്കുക. ഇപ്പം ഇന്ന് ഞാനൊരു മീറ്റിംഗ് പ്രസംഗിക്കാന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മളൊരു മീറ്റിംഗ് ഒക്കെ നടത്തി, വലിയ കൺവെൻഷൻ. പരീശന്മാരും സദൂക്യരും കയറി വരുന്നു. ഞാൻ എന്നാ പറയാം അവരോട്?
സർപ്പസന്തതികളെ എന്ന് ഞാൻ പറയുമോ? ഞാൻ പറയത്തില്ലെന്ന് മാത്രമല്ല, ഞാൻ അവർക്ക് ഏറ്റവും നല്ല കസർ കൊടുക്കുകയും ചെയ്യും. ഇല്ലയോ? കൊടുക്കും. പോട്ടെ, യോഹന്നാൻ സ്നാപകനെ പരീശന്മാരെ അതല്ല, ഹെരോദാവിനെ എന്താ പറഞ്ഞെന്നറിയോ? ഹെരോദാവിനെ വിരൽ ചൂണ്ടിട്ട് പറഞ്ഞു, നീ ചെയ്യുന്നത് ശരിയല്ല. യേശു ഹെരോദാവിനെ വിളിച്ചത് കുറുക്കനെന്നാ. ആ കുറുക്കനോട് എന്ന് പറഞ്ഞേക്കാനാ പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? പൊളിറ്റിക്കൽ ഫിഗേഴ്സ്, റിലീജിയസ് ഫിഗേഴ്സ് മുഖം നോക്കാതെ കൊടുക്കേണ്ട സന്ദേശം കൊടുത്തു. ഹൗ ഡു യു തിങ്ക് ദേ ഗോട്ട് ദ ബോൾഡ്നെസ് ടു ഡു ദാറ്റ്? അത് എവിടുന്ന് വന്ന ധൈര്യമാ? മുഖം നോക്കാതെ ദൂത് പറയാൻ പറ്റുന്നതിന്റെ കാരണം is because he had a lifestyle that backed it. A unique lifestyle led to a unique message. പലപ്പോഴും നമുക്ക് പലതും പറയാൻ പറ്റാത്തതിന്റെ കാരണം നമുക്ക് തന്നെ അറിയാം, ഇത് പറയാൻ നമുക്ക് ഒക്കത്തില്ല, അതിനുള്ള പ്രാഗൽഭ്യം നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ മിണ്ടായിരിക്കും. പലപ്പോഴും നമ്മൾ മക്കളോട് പറയും, നമുക്കൊരു ധൈര്യമില്ല പിള്ളേരോട് പറയാം, മോനെ കള്ളം പറയരുത് എന്ന് പറയാൻ നമുക്ക് ധൈര്യമില്ലാത്തതിന്റെ കാരണം എന്നാ? ഇന്നലെ കള്ളം പറയുന്നത് മക്കൾ കേട്ടു, പിന്നെ നമ്മൾ എന്നാ പറയാനാ? അല്ലേ? So you need to understand this. See, we are all weak people. നമുക്കെല്ലാം കുറവുകളും കുറ്റങ്ങളും വരും. But the higher the lifestyle, the purer the lifestyle, the stronger the message. പറഞ്ഞു മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിന്റെ മൂർച്ച നാം കൂട്ടുന്തോറും നമ്മുടെ ദൂതിന്റെ മൂർച്ച കൂടും. ഇന്നെങ്ങനാ? ഇന്ന് പൊളിറ്റിക്കൽ പാർട്ടീസ് ആരെങ്കിലും വന്ന കൺവെൻഷനിൽ കയറ്റി നമ്മൾ ഇരുത്തുക മാത്രമല്ല, കർത്താവിനെ അറിയാത്തവനെ കൊണ്ട് പ്രസംഗിപ്പിക്കും. അപ്പം കർത്താവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവൻ വന്നേച്ച്, അവൻ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡറല്ലേ, അവൻ വന്നേച്ച് സങ്കീർത്തനം 23 3 വാക്യം അങ്ങോട്ട് പറയുമ്പോൾ നമ്മൾ കൈ അടിച്ച് നാളെ ഒരു റീലൊക്കെ എടുത്ത് എല്ലായിടത്തും പറയും, അതുകൊണ്ട് ഇന്ന ആള് ബൈബിളിൽ നിന്ന് 3 വാക്യം പറഞ്ഞു. ഇതാണ് നമ്മുടെ കൾച്ചർ. ബിക്കോസ് വി ആർ പീപ്പിൾ പ്ലീസേഴ്സ്. വി ഫിയർ മെൻ മോർ ദാൻ വി ഫിയർ ഗോഡ്. ദൈവത്തെ ഭയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ നാം മനുഷ്യരെ ഭയപ്പെടുന്നു. ഇതാണ് നമ്മുടെ അവസ്ഥ, പരിതാപകരമായ അവസ്ഥ. നമ്മൾ പരീശന്മാരെയും കയറ്റും, സദൂക്യരെയും കയറ്റും, ഹെരോദാക്കന്മാരെയും കയറ്റും. ഒന്ന് ഓർത്തു നോക്കിയേ, യോഹന്നാൻ സ്നാപകന്റെ മുമ്പിൽ ഹെരോദാവ് വല്ലതും വന്നു പെട്ടിരുന്നെങ്കിൽ അവന്റെ കാര്യം അതോടെ തീർന്നേനെ. ഹെരോദാവേ, നീ ചെയ്യുന്നത് ശരിയല്ല, നിന്റെ സഹോദരന്റെ ഭാര്യയെ നീ ഏറ്റെടുത്തത്, വാട്ട് യു ഡൂയിങ് ഇസ് റോങ്, ദ റോത്ത് ഓഫ് ഗോഡ്. ഇത്രയും പ്രാഗൽഭ്യത്തോടെ പറയണമെങ്കിൽ അതുപോലുള്ളൊരു ജീവിതശൈലി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അനേക ദൈവമക്കളും അവരുടെ ദൂതിന് മൂർച്ച പോകുന്നതിൻ്റെ കാരണം ജീവിതശൈലിയിൽ വന്നിരിക്കുന്ന വലിയ കോംപ്രമൈസസ് കാരണമാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. വി ഓൾ ഷുഡ് ബി കെയർഫുൾ ടു ലിവ് ദ ലൈഫ് സ്റ്റൈൽ ഓഫ് എ പ്രോഫറ്റ്. പ്രവാചകന്റെ ജീവിതശൈലിയിലേക്ക് ഉയരുവാൻ നമ്മളെല്ലാം, വി ആർ ഓൾ വർക്ക് ഇൻ പ്രോഗ്രസ്. നമ്മളെ തന്നെ കണ്ടം ചെയ്യാനല്ല, നമ്മളെ തന്നെ കുറ്റപ്പെടുത്താനല്ല. കർത്താവെ, ആ ഒരു ജീവിത ശൈലിയിലേക്ക് ഉയരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ലോകത്തിനാകാം, ദ വേൾഡ് മേ, വി മേ നോട്ട്. അവർക്കെന്തുമാകാം, അവർക്കെന്തും ചെയ്യാം. സഹവിശ്വാസികൾക്കും പലതുമാകാം, അതിനകത്ത് തെറ്റ് കാണത്തില്ല. ബട്ട് ഐ വോണ്ട് ടു ലിവ് ദ ലൈഫ് സ്റ്റൈൽ ഓഫ് എ പ്രോഫറ്റ്. സോ ഹി ഹാഡ് എ യുണീക് മെസ്സേജ്. എന്താണ് യുണീക് മെസ്സേജ്? മാനസാന്തരപ്പെടണം. യു ഹാവ് ടു റിപ്പന്റ്. മെറ്റനോയോ, നിങ്ങൾ തിരിച്ചു വരണം. ഇറ്റ് ഇസ് എ 180 ഡിഗ്രി ചേഞ്ച്. ഇതുവരെ ഞാൻ ഇങ്ങോട്ട് നടന്നു പോകുന്നു, ഇപ്പോൾ ഞാൻ നേരെ തിരിച്ച് നടന്നു പോകുന്നു. റിപ്പന്റ് ആൻഡ് ബിലീവ്. ദൈവരാജ്യവും മാനസാന്തരവും. ഇന്നത്തെ കാലത്ത് ഒരു 100 പ്രസംഗം കേട്ടാൽ ദൈവരാജ്യവും മാനസാന്തരവും കേൾക്കാൻ ഭയങ്കര പ്രയാസം. 100 മെസ്സേജിൽ ഒന്നിലകത്ത് മാനസാന്തരം ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. അതാണ് ഇന്നത്തെ അവസ്ഥ. മാനസാന്തരത്തെക്കുറിച്ച് നമ്മൾ കേൾക്കാറേ ഇല്ല. വി ഹാർഡ്ലി ഹിയർ അബൌട്ട് റിപ്പൻറ്റൻസ്. മാനസാന്തരപ്പെടണം. പഴയ നിയമ പ്രവാചകന്മാർ മുഴുവൻ പ്രസംഗിച്ചത് മാനസാന്തരപ്പെട്ട് മടങ്ങി വരാനാ. ഇന്ന് ദൈവജനത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പ്രിയമുള്ളവരെ, മാനസാന്തരം. വി നീഡ് ടു റിപ്പന്റ്, നോട്ട് റിഗ്രറ്റ്. ഒരുപാട് പേരും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അവർ ചെയ്ത തെറ്റുകളെ കുറിച്ചൊക്കെ. ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഈയിടെ ഒരു കോൾപ്ലേയുടെ കോൺസേർട്ടിൽ ഹസ്ബൻഡ് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഗോട്ട് ഓൺ ക്യാമറ. ഒരു കോൾപ്ലേയുടെ കോൺസേർട്ടിൽ ഒരു CEO ഓഫ് എ കമ്പനിയും എല്ലാം കൂടെ. അപ്പോൾ ആ പുള്ളിക്കാരൻ ഒരുപാട് അങ്ങ് വിഷമമായി പോയി. ആൻഡ് ഐ വാസ് ടെലിങ് മൈസെൽഫ്, നമ്മൾ അവരെ കുറ്റപ്പെടുത്തുകയല്ല, ഐ വാസ് ലുക്കിംഗ് അറ്റ് മൈസെൽഫ്. എന്നിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വി റിഗ്രറ്റ് ഗെറ്റിംഗ് കോട്ട്, ബട്ട് വി ഡു നോട്ട് റിപ്പന്റ് ഓഫ് അവർ സിൻസ്. അല്ലേ? വി റിഗ്രറ്റ് ഗെറ്റിംഗ് കോട്ട്, ബട്ട് വി ഡു നോട്ട് ട്രൂലി റിപ്പന്റ് ഓഫ് അവർ സിൻസ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ
പിടിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ വി റിഗ്രറ്റ്. ഇനി പിടിക്കപ്പെട്ടില്ലെങ്കിൽ തന്നെ നമ്മൾ വി റിഗ്രറ്റ്. ബട്ട് ഡു വി റിപ്പൻറ്റ്, ടേൺ അവേ? ഗോഡ് വാണ്ട്സ് റിപ്പൻറ്റൻസ് ഫ്രം അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. സോ ഹിസ് മെസ്സേജ് ഓൾസോ വാസ് യുണീക്ക്. ആ മെസ്സേജിനകത്ത് എന്താ പറയുന്നതെന്ന് അറിയാമോ? അപ്പം ഓടി ആളുകൾ സ്നാനപ്പെടാൻ വരിക കേട്ടോ. ഓടി സ്നാനപ്പെടാൻ വരുമ്പം ഇപ്പം നമ്മുടെ ഇടയ്ക്ക് ഇപ്പം ഒന്ന് ഓർത്ത് നോക്കുക, ഒരാൾ ഒരു ക്രൂസൈഡ് നടത്തിയെന്ന് വിചാരിച്ചു, എവിടെയെങ്കിലും ലോകത്തിൻ്റെ ഒരു മൂലയിൽ ക്രൂസൈഡ് നടത്തിയിട്ട് എല്ലാവരും ഓടി വന്നിട്ട് എന്നെ സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയും, പോര് കം, എവരിബഡി കം, ഗോഡ് ഇസ് സെൻഡിങ് ഗ്രേറ്റ് റിവൈവൽ ഇൻ ദ ലാൻഡ് എന്നേ പറയത്തുള്ളൂ അല്ലേ? നാച്ചുറലി ഐ എം സെയിങ് ദാറ്റ് ഇസ് വാട്ട്. എല്ലാവരും ബാ എന്ന് പറയും. സ്നാനപ്പെടാൻ വന്നവരോട് പറഞ്ഞത് കേട്ടോ, എന്തോ പറഞ്ഞേ? മാനസാന്തരത്തിനൊത്ത ഫലം കായ്ക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ചടങ്ങിനകത്ത് കയറി എല്ലാവരും സ്നാനപ്പെടാം എന്നപ്പോൾ ഞാനിവിടെ സ്നാനപ്പെടാം, അതല്ല. മാനസാന്തരത്തിനൊത്ത ഫലം കായ്പീൻ. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യരുത്. പിന്നെ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ജെനുവിൻലി നിങ്ങൾ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടവൻ്റെ ജീവിതം കാണുമ്പോൾ അതിൻ്റെ ഫലം കാണാൻ സാധിക്കും. ട്രൂ റിപ്പൻറ്റൻസ് ഓൾവേസ് ബ്രിങ്സ് ദ ഫ്രൂട്ട് വിത്ത് ദ റിപ്പൻറ്റൻസ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമത്രേ എന്ന് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, ഞാൻ മാനസാന്തരപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവ് എൻ്റെ പ്രവൃത്തിയിൽ കാണും. ഒരു ഉപദേശം ഇപ്രകാരം പറഞ്ഞു, നീ മാനസാന്തരപ്പെട്ടാൽ, നീ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടാൽ നിന്റെ വീട്ടിലെ പട്ടി പോലും തിരിച്ചറിയും നീ മാനസാന്തരപ്പെട്ടവനാണ്. അതിൻ്റെ കാരണം എന്നാണെന്നറിയാം? ഒരിക്കൽ നടന്ന കഥയാണ്. ഒരു കുടിയനുണ്ടായിരുന്നു. ആ കുടിയൻ എപ്പോഴും വീട്ടിൽ വരുമ്പോൾ ആദ്യം ഭാര്യ എന്തെങ്കിലുമൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് അടുത്തുള്ള പട്ടി, സ്വന്തം പട്ടി ഒറ്റ തൊഴിലൊഴിക്കും. എല്ലാ ദിവസവും ഇതാ പരിപാടി, എല്ലാതും തൊഴിലൊഴിക്കും. ഒരിക്കൽ യേശുവിനെ കണ്ടുമുട്ടി. നടന്ന കാര്യമാണ് കേട്ടോ, ചുമ്മാ അല്ല, നടന്ന കാര്യം. യേശുവിനെ കണ്ടുമുട്ടി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പട്ടി കാത്തിരിക്കുക. എന്തിനു വേണ്ടിയാ? തൊഴി കിട്ടാൻ. പക്ഷെ തൊഴി വരുന്നില്ല. അപ്പൊ പട്ടിക്ക് പോലും മനസ്സിലായി എൻ്റെ യജമാനൻ ആള് മാറി. സോ യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ തെളിവ് അതിനൊത്ത ഫലം കായ്ക്കണം. ഞാൻ എപ്പോഴും പറയത്തില്ലേ, നമ്മുടെ ഈ പ്രത്യേക ക്രിസ്ത്യാനിറ്റി കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, വി ഫോക്കസ് ഓൺ ഗിഫ്റ്റ്സ്, we focus on emotion, we focus on patterns, we focus on trends, we never focus on fruit. ഫലത്തേല നമ്മൾ ഫോക്കസ് ചെയ്യത്തില്ല. ബാക്കി എല്ലാം നമ്മൾ നോക്കും. അത് വേണം, ഇത് വേണം, മറ്റേ വേണം, മറിച്ച് വേണം, എനർജി ഉണ്ടോ, ഫീലിംഗ് ഉണ്ടോ, ഇസ് ദ ഇമോഷൻസ് ഗോയിങ്, ഇസ് ഇറ്റ് ഫലം എന്ത്? വേർ ഇസ് ദ ഫ്രൂട്ട്? വീട്ടുകാർക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ മാനസാന്തരപ്പെട്ടെന്ന്? എൻ്റെ ഭാര്യയോട് ഞാൻ ചോദിച്ച ഭാര്യ പറയുമോ, ഹി ഈസ് എ ഡിഫറെന്റ് മാൻ, ഐ കൻ സീ ദ ഫ്രൂട്ട് ഇൻ ഹിം, because of him I love Jesus more, പറയുമോ? അതാണ് പ്രിയമുള്ളവരെ മാനസാന്തരത്തിന് ഒത്ത ഫലം. നോട്ട് ഇൻ ദി എക്സ്റ്റേണൽ റിച്വൽ ബട്ട് ഇൻ ദ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ. അതാണ് എപ്പോഴും വേണ്ടിയത്. ദാറ്റ് ഇസ് വാട്ട് വി വാണ്ട്. അതുകൊണ്ട് എടിപിടി എന്ന് പറഞ്ഞ യോഹന്നാൻ സ്നാപകന്റെ ലൈഫിന്റെ മൂർച്ച ഓൾവേസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു റെക്കഗ്നിഷൻ ഓഫ് സിൻ ഇസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് സഫിഷ്യൻറ്റ്. ഇന്നത്തെ ചർച്ച് കൾച്ചറിൻ്റെ പ്രത്യേകത, വി ഫോക്കസ് എ ലോട്ട് ഓൺ ഓത്തൻറ്റിസിറ്റി. ഓത്തൻറ്റിസിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ് അല്ലേ? ഓത്തൻറ്റിക് ആയിരിക്കണം. നമ്മളെപ്പോഴും പറയും ഓത്തൻറ്റിക് ആയിരിക്കണം, ഹിപ്പോക്രസി പാടില്ല, ഓത്തൻറ്റിസിറ്റി. അതുകൊണ്ട് തന്നെ എല്ലാവരും വന്നിട്ട് പറയും, യാ ഐ അക്സെപ്റ്റ് ദാറ്റ് ഐ ഹവ് ഹാഡ് ദിസ് അഫെയർ, ഐ അക്സെപ്റ്റ് ദാറ്റ് ഐ ഫെൽ, ഐ അക്സെപ്റ്റ്. റെക്കഗ്നിഷൻ ഓഫ് ദ സിൻ ഇസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് സഫിഷ്യൻറ്റ്. ഞാൻ പാപം ചെയ്തു എന്നുള്ളത് ഏറ്റു പറയുന്നത് മാത്രം പോരാ. കാരണം ഫറവോൻ ഫെറോ ഓൾസോ അഡ്മിറ്റഡ് ഓഫ് സിൻ അല്ലേ? ഫറവോനും പറഞ്ഞില്ലേ, അയ്യോ എൻ്റെ കയ്യിൽ തെറ്റുപറ്റിപ്പോയി, പക്ഷെ ഹൃദയം കഠിനമാക്കി. ഹി അഡ്മിറ്റഡ് ഹിസ് സിൻ ബട്ട് ഹി ഹാർഡൻഡ് ഹിസ് ഹാർട്ട്. ബലയാം തന്നെ എഴുന്നേറ്റ് ശപിക്കുന്നതിന് പകരം ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു തെറ്റുപറ്റി. ഹി അഡ്മിറ്റഡ് ഹിസ് സിൻ, ഹി ഡിഡ് നോട്ട് റിപ്പന്റ്. തിരിച്ച് യഹോവയെങ്കിലേക്ക് വന്നില്ല. ആഖാൻ എൻ്റെ മുറിക്കകത്ത്, എൻ്റെ കൂടാരത്തിനകത്ത് ഞാൻ ഒളിച്ചു വെച്ചു എന്നുള്ള അഡ്മിറ്റ് ചെയ്തു. ഹി ഡിഡ് നോട്ട് റിപ്പന്റ്. ദ റിച്ച് യങ് റൂളർ അല്ലേ, എന്താ പറഞ്ഞത്? കർത്താവ് അവനോട് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ്. കാരണം അവൻ്റെ പ്രശ്നം, അവൻ ദൈവത്തിൻ്റെ പകരം മാമോനെ സേവിച്ചു എന്നുള്ളതാണ്. പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക. അവൻ സങ്കടത്തോടെ പോയി. ഹി അഡ്മിറ്റഡ് ദാറ്റ് ഹി ലവ്ഡ് ഹിസ് മണി ബട്ട് ഹി ഡിഡ് നോട്ട് റിപ്പന്റ് ഓഫ് ഇറ്റ്. എന്നാൽ
യൂദാസോ, അയ്യോ എന്താ പറഞ്ഞേ, ഓടി വന്ന് ഹി റിഗ്രറ്റഡ് എവറിത്തിങ് ഹി ഡിഡ്. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെയാണ് ഞാൻ ഉറ്റിക്കൊടുത്തത്. 30 വെള്ളിക്കാശ് എടുത്ത് തിരിച്ച് അവരുടെ കാലുകളെ എറിഞ്ഞു കളഞ്ഞു, എന്നിട്ട് കെട്ടിത്തൂങ്ങി ചത്തു. ഹി റിഗ്രറ്റഡ്, ഹി ഡിഡ് നോട്ട് റിപ്പന്റ്. ഹി അഡ്മിറ്റഡ് ഹിസ് മിസ്റ്റേക്ക്, ഹി ഡിഡ് നോട്ട് റിപ്പന്റ്. ഇന്ന് അനേക ദൈവമക്കളും they admit their mistake, they do not repent of it. എന്നാൽ സക്കായെ നോക്കിയേ, എൻ്റെ കയ്യിൽ നിന്ന് തെറ്റ് പറ്റിയെന്ന് he not only admitted, and he said, Lord, ഞാൻ തെറ്റായി എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ചതിവായി എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, I repent and I will correct. അതാണ് പ്രിയമുള്ളവരെ, ഇന്ന് ഒരുപാട് ചർച്ച് പാസ്റ്റേഴ്സ് ആൻഡ് ലീഡേഴ്സ്, ഒരുപാട് പേര് പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ തെറ്റ്. Where is the repentance? Where is the repentance? മാനസാന്തരത്തിനൊത്ത ഫലം കായ്ക്കണം, മാനസാന്തരത്തിനൊത്ത ഫലം കായ്പിക്കണം. എന്നാൽ യഥാർത്ഥത്തിൽ ദാവീദിനെ പോലെ, ദാവീദും പാപം ചെയ്തു, ദാവീദും തെറ്റ് ചെയ്തു. പക്ഷെ എന്ത് പറഞ്ഞു? കർത്താവെ, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ പരിശുദ്ധാത്മാവെ എന്നിൽ നിന്ന് എടുക്കുകയും വരുത്. And after he prayed, and after he confessed, and after he repented, he changed his ways. അവൻ്റെ വഴികൾ അവൻ മാറ്റി. അതാണ് ട്രൂ റിപ്പൻറ്റൻസ്. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകന്റെ അടുക്കിലേക്ക് ഓടി വന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ധൃതി വെക്കണ്ട, നിങ്ങൾ മാനസാന്തരത്തിനൊത്ത ഫലം കായ്പിക്കും. എന്തുകൊണ്ട് മാനസാന്തരപ്പെടണം? കാരണം എന്താ ഇവിടെ പറയുന്നതെന്നറിയാമോ? ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. സമയമായി. വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ കോടാലി കാത്തിരിക്കും, എന്ന് വെട്ട് വീഴുമെന്ന് അറിയത്തില്ല. സോ റിപ്പൻറ്റ് ഇമ്മീഡിയറ്റ്ലി. ആട്ടെ, യോഹന്നാൻ സ്നാപകൻ ഇപ്പോൾ യേശു ക്രിസ്തുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാം. 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, അവസാനത്തെ ഭാഗം. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കര അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി. അപ്പോൾ യേശു ഓടി വന്നിട്ട് യോഹന്നാനോട് പറയാ, നീ എന്നെയും കൂടെ സ്നാനപ്പെടുത്തണം. അപ്പോൾ യോഹന്നാൻ പറഞ്ഞു, നത്തിങ് ഡൂയിങ്. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യോഹന്നാൻ പറയാം, നീ എന്നേക്കാൾ വലിയവനാ, നീയാണ് എന്നെ സ്നാനപ്പെടുത്തേണ്ടത്, പിന്നെ നീ എന്തിനാ എൻ്റെ അടുക്കൽ വരുന്നത് എന്ന് യോഹന്നാൻ പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു. എന്നാറേ അവനെ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവിനെ പോലെ ഇറങ്ങി അവൻ്റെ മേൽ വരുന്നു എന്ന് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. ഇതൊരു വെരി യുണീക്ക് എക്സ്പീരിയൻസാണ്. യേശുക്രിസ്തു, പരിശുദ്ധാത്മാവ്, പിതാവാം ദൈവം, 3 പേരെയും ത്രിയേക ദൈവത്തെ ഒരു സമയത്ത് ഒരു സ്ഥലത്ത് കാണുന്ന ഒരു വളരെ യുണീക്കായിട്ടുള്ള ഒരു ഭാഗമാണ്. യു സീ ജീസസ്, യു സീ ദ ഹോളി സ്പിരിറ്റ്, ആൻഡ് യു സീ ഗോഡ് ദ ഫാദർ. അപ്പോൾ 30 വർഷം താൻ ഒബ്സ്ക്യൂരിറ്റിയിൽ, ആർക്കും അറിയത്തില്ല യേശുക്രിസ്തു എവിടാ എന്താണെന്ന്. എന്നിട്ട് മശിഹ പബ്ലിക്കായിട്ട് വരികയാണ്. പബ്ലിക്കായി വരുന്ന പ്രൊക്ലമേഷന്റെ ഭാഗമായിട്ട് യേശുക്രിസ്തു യോഹന്നാനോട് പറയാണ്, ഞാൻ ശുശ്രൂഷയിലേക്ക് കയറുകയാണ്, എന്നെ സ്നാനപ്പെടുത്തണം. അപ്പോൾ സ്നാനപ്പെടുത്താൻ പറഞ്ഞപ്പോൾ യോഹന്നാൻ പറഞ്ഞു, ഞാൻ ആരാ നിന്നെ സ്നാനപ്പെടുത്താൻ? നിന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല, പിന്നെ ഞാൻ എങ്ങനെ നീ എന്നെ സ്നാനപ്പെടുത്ത് പറഞ്ഞില്ല. നമ്മൾ എഴുതിയിരിക്കുന്നത് പോലെ സകല നീതി നിവൃത്തിയാകണമെങ്കിൽ, ഇഫ് പ്രോഫസി ഹാസ് ടു ബി ഫുൾഫിൽഡ്, നീ എന്നെ സ്നാനപ്പെടുത്തിയാലേ പറ്റത്തുള്ളൂ. എന്നാൽ എന്തുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ മടിച്ചത്? എന്തുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുത്താൻ മടിച്ചത്? 1, യേശുക്രിസ്തു ദൈവമാണെന്ന് അവനറിയാം. 6 മാസത്തിന്റെ മൂപ്പാണെങ്കിലും ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ സ്നാപകൻ ഇസ് അവെയർ ഓഫ് ജീസസ് ഡിയറ്റി. അതുകൊണ്ട് ദൈവമായ യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് യോഹന്നാൻ സ്നാപകൻ. 2, ജോൺ ദ ബാപ്റ്റിസ്റ്റ് വാസ് അവെയർ that Jesus was sinless. പാപമില്ലാത്തവനായിരുന്നു യേശുക്രിസ്തു എന്നുള്ളത് യോഹന്നാൻ സ്നാപകന് അറിയാം. യോഹന്നാൻ സ്നാപകന്റെ സ്നാനം എന്ന് പറയുന്നത് എന്ത് സ്നാനമായിരുന്നു? മാനസാന്തരത്തിന്റെ സ്നാനമായിരുന്നു. ഇറ്റ് വാസ് ദ ബാപ്റ്റിസം ഓഫ് റിപ്പൻറ്റൻസ്. അപ്പൊ പാപം ചെയ്തിട്ടില്ലാത്ത യേശുക്രിസ്തു എന്തിനു സ്നാനപ്പെടണം? അപ്പൊ യോഹന്നാൻ പറഞ്ഞു, നിന്നെ സ്നാനപ്പെടുത്തത്തില്ല. 3, യോഹന്നാൻ സ്നാപകന് അവന്റെ സ്വന്തം പാപത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ട്. See, when you stand before a person who's holier than you, നമ്മുടെ സ്വന്തം പാപത്തെക്കുറിച്ചുള്ള നമ്മുടെ വെളിപ്പെടലുണ്ടാകും. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുവാൻ ഞാൻ യോഗ്യനല്ല. I am not qualified to baptize you. അതുകൊണ്ട് he was hesitant. ഞാൻ എന്തിന് നിന്നെ സ്നാനപ്പെടുത്തും?
അപ്പോൾ ചോദ്യം ഇതാണ്, പിന്നെ എന്തിനാ യേശുക്രിസ്തു സ്നാനപ്പെട്ടത്? അല്ലേ? അതല്ലേ ചോദ്യം. യേശുക്രിസ്തു സ്നാനപ്പെടേണ്ട കാര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ യേശുക്രിസ്തു സ്നാനപ്പെട്ടത്? യേശുക്രിസ്തു സ്നാനപ്പെട്ടതിന്റെ കാരണം ഇതാണ്. ഒന്ന്, he wanted to identify with the men he came to redeem. അവൻ വീണ്ടെടുക്കുവാൻ വന്ന മനുഷ്യരോട് അനുരൂപരാകുവാൻ, അവരുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി എടുത്തൊരു സ്റ്റെപ്പാണ് യേശുക്രിസ്തു. അല്ലാതെ മാനസാന്തരത്തിന്റെ സ്നാനമേ അല്ല യേശുക്രിസ്തു ചെയ്തത്. ഹി ഡിഡ്ന്റ് ഹാവ് എനിത്തിങ് ടു റിപ്പന്റ്, സോ വൈ വുഡ് ഹി ബി ബാപ്റ്റൈസ്ഡ്? അതിനു വേണ്ടിയേ അല്ല. പക്ഷെങ്കിൽ ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യനായി എന്ന് നമ്മോട് ഒന്ന് എന്താ പറയണ്ടേ, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കർത്താവ് ചെയ്തു. കർത്താവ് എല്ലാ സമയങ്ങളിലും, അതുകൊണ്ടാണ് അവൻ മനുഷ്യവേഷം ധരിച്ചത്. വൈ ഡിഡ് ജീസസ് ബിക്കം എ മാൻ? എന്തുകൊണ്ടാ? എൻ്റെ ഈ തൊലിക്കകത്ത് അവനെ തന്നെ ലിമിറ്റ് ചെയ്തതിൻ്റെ കാരണം ഞാനുമായി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാ എന്ന് പറഞ്ഞതുപോലെ തന്നെ ക്രിസ്തു സ്നാനമേറ്റത് നമ്മളുമായി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. രണ്ട്, ഇതൊരു നിഴലാ. എന്ത് നിഴല്? യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതിൻ്റെ ഒരു നിഴലായി താൻ സ്നാനപ്പെട്ടു. അതിന്റെ റെഫറൻസ് എന്താ? ലൂക്കോസിന്റെ സുവിശേഷം 12:50. വാട്ട് ഇസ് ദ റെഫറൻസ് ടു ദിസ്? ലൂക്ക് ചാപ്റ്റർ 12 വേഴ്സ് 50. എങ്കിലും എനിക്കൊരു സ്നാനം ഏൽപ്പാനുണ്ട്, അത് കഴിവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. അപ്പോൾ എന്താണ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയാ? ഐ ഹാവ് ടു അണ്ടർഗോ എ ബാപ്റ്റിസം. വാട്ട് ഇസ് ദാറ്റ് ബാപ്റ്റിസം? ദാറ്റ് ബാപ്റ്റിസം ഇസ് മൈ ഡെത്ത്, മൈ ബറിയൽ ആൻഡ് മൈ റിസറക്ഷൻ. ആ സ്നാനം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അതിൻ്റെ ഒരു നിഴലായിരുന്നു യേശുക്രിസ്തുവിൻ്റെ സ്നാനം. രണ്ട്, വേറൊരു സ്നാനത്തെക്കുറിച്ച് യേശുക്രിസ്തു പറയുന്നുണ്ട് ശിഷ്യന്മാരോട്. അതെന്തോന്നറിയോ? യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം, ബാപ്റ്റിസം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയും എന്ന് അവർ പറഞ്ഞു. ഏതാ ഈ ബാപ്റ്റിസം? ഞാൻ വെള്ളത്തിൽ മുങ്ങിയതുപോലെ നിങ്ങൾ മുങ്ങണോ? അതല്ല. ഈ ബാപ്റ്റിസം എന്തുവാ? ഐ എം ഗോയിങ് ടു ബി ക്രൂസിഫൈഡ്, ഐ എം ഗോയിങ് ടു ബി ബറിഡ്. അപ്പോൾ കർത്താവ് ഈ ശിഷ്യന്മാരോട് പറയുകയാണ്, പ്രിയമുള്ളവരെ, ഞാൻ കടന്നു പോകുന്ന ആ സ്നാനത്തിലൂടെ നിങ്ങൾ കടന്നു പോകാൻ തയ്യാറാണോ? അത് ഭയങ്കര പ്രയാസമേറിയ കാലമാണ്. ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എന്നാൽ ഈ കപ്പ് നിങ്ങൾ കുടിക്കുമോ എന്നുള്ള ചോദ്യമല്ല. ദാറ്റ് ഇസ് എ സിമ്പിൾ. പക്ഷെങ്കിൽ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഐ എം ഗോയിങ് ടു ഗോ ത്രൂ ഡെത്ത്, ബറിയൽ ആൻഡ് റിസറക്ഷൻ. അതിലൂടെ കടന്നു പോകാൻ, ആ സ്നാനം ഏൽപ്പാൻ നിങ്ങൾ തയ്യാറാണോ? അതിൻ്റെ ഒരു നിഴലായിരുന്നു. ഇറ്റ് വാസ് എ ഷാഡോ ഓഫ് ദാറ്റ്. അങ്ങനെയാണ് യേശുക്രിസ്തു സ്നാനം ഏറ്റത്. സി, എവറി ടൈം യു ഡിസൈഡ് ടു ഐഡന്റിഫൈ വിത്ത് ദ ലോർഡ്, യേശുക്രിസ്തുമായിട്ട് ഞാൻ ഐഡന്റിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയം മുതൽ, ഇറ്റ് ഈസ് എ ഡെത്ത് ടു സെൽഫ്. ഞാൻ സ്വയത്തോട് മരിക്കുന്ന ഒരു അനുഭവം. നിങ്ങൾ ഈ പഴയ നിയമത്തിൽ ചെങ്കടലിലൂടെ കടന്നു പോയവരെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ അതിലൂടെ കടന്നു പോയി നിങ്ങൾ പുറത്തു വന്നപ്പോൾ നിങ്ങൾ സ്നാനമേറ്റു എന്നാണ് എബ്രായ ലേഖനം പറയുന്നത്. ദ എക്സ്പീരിയൻസ് ഓഫ് ഗോയിങ്. എന്താണ് സംഭവിക്കുന്നത്? ഞാൻ യേശുക്രിസ്തുവിൽ മരിച്ചു കഴിയുമ്പോൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്നത് പുതിയ സൃഷ്ടിയായ, അതിൻ്റെ ഒരു എക്സ്റ്റേണൽ സിമ്പിളാണ് ബാപ്റ്റിസം എന്ന് പറയുന്നത്. ഞാൻ പുറത്ത്, ഇറ്റ്സ് ഓൺലി ആൻ എക്സ്റ്റേണൽ സിമ്പിൾ. ആ എക്സ്റ്റേണൽ സിമ്പിൾ എന്താണ്? വാട്ട് ഡസ് ഇറ്റ് ഷോ? ഇറ്റ് ഷോസ് ദറ്റ് ഐ ഹാവ് ഐഡന്റിഫൈഡ് വിത്ത് ദ ഡെത്ത്, ദ ബറിയൽ ആൻഡ് ദ റിസറക്ഷൻ ഓഫ് ദ ലോ. ഇനി ഞാൻ പഴയ മനുഷ്യനല്ല, ഞാൻ പുതിയ മനുഷ്യനാണ്. സോ ദർ ഇസ് എ സ്പിരിച്വൽ ബാപ്റ്റിസം which is shown as the reality. ആ സ്പിരിച്വൽ ബാപ്റ്റിസം ആണ് അതിൻ്റെ റിയാലിറ്റി. ദി എക്സ്റ്റേണൽ ബാപ്റ്റിസം ഇസ് ഓൺലി എ സിമ്പിൾ ഓഫ് വാട്ട് ഹാപ്പൻസ് ഇന്റേണലി. അപ്പോൾ യേശുക്രിസ്തു സ്നാനപ്പെട്ടതിന് ശേഷം ഇവിടെ നമ്മൾ കാണുന്നു ദി അനോയിന്റിങ് ഓഫ് ദി സ്പിരിറ്റ്. 13-ാമത്തെ വാക്യം, അനന്തരം യേശു യോഹന്നാനാൽ സ്നാനം ഏൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കര അവൻ്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി. എല്ലാം കഴിഞ്ഞപ്പോൾ ഇറങ്ങി വന്നപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവിനെ പോലെ ഇറങ്ങി. അപ്പോൾ ഇവിടെ രണ്ട് വ്യത്യാസങ്ങൾ നിങ്ങൾ കാണണം. മനസ്സിലായോ? ജോൺസ് ബാപ്റ്റിസം ആൻഡ് എ ക്രിസ്ത്യൻ ബാപ്റ്റിസം തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാം. ജോൺസ് ബാപ്റ്റിസം റെപ്രസെന്റഡ് ക്ലെൻസിങ് ഓർ വാഷിംഗ് ഫ്രം സിൻ. കാരണം യേശുക്രിസ്തു മരിച്ചിട്ടില്ല. ഇറ്റ് റെപ്രസെന്റഡ് ക്ലെൻസിങ്. ഇറ്റ്സ് എൻ എക്സ്റ്റേണൽ സിമ്പിൾ. അല്ലാതെ ആ ബാപ്റ്റിസം കടന്നു പോയതുകൊണ്ട് പാപമെല്ലാം ഒഴുകിപ്പോയെന്നല്ല. ഇറ്റ്സ് എ എക്സ്റ്റേണൽ സിമ്പിൾ ഓഫ് ക്ലെൻസിങ് ആൻഡ് വാഷിംഗ്. അപ്പം മാനസാന്തര സ്നാനമായിരുന്നു യോഹന്നാൻ സ്നാപകന്റെ. എന്നാൽ ഒരു വിശ്വാസിയുടെ സ്നാനം എന്തുവാ? It is identifying with the death, the burial and the resurrection of Jesus. ആ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സംഭവിക്കുന്നത്
പരിശുദ്ധാത്മാവ് വന്ന്. See, Jesus Christ was empowered by the Holy Spirit after he was baptized. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു ആത്മീയമായ ഐഡന്റിഫിക്കേഷൻ വിത്ത് ജീസസ് ഡെത്ത്, ബറിയൽ ആൻഡ് റിസറക്ഷൻ. സേ ജീസസ്, കർത്താവ്, ഇന്ന് തൊട്ട് ഞാനല്ല, ഇനി നീയാണ് എന്നിൽ ജീവിക്കുന്നത്. ഇറ്റ്സ് നോ ലോങ്കർ ഐ ബട്ട് ക്രൈസ്റ്റ് ദാറ്റ് ലിവ്സ് ഇൻ മീ. ഐ വോണ്ട് ദ പവർ ഓഫ് യുവർ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങൾക്ക് ആവശ്യമാണ് എന്ന് അവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ചെയ്യണമെങ്കിൽ, ഇഫ് യു വോണ്ട് ടു ഡു വാട്ട് ഗോഡ് വോണ്ട്സ് യു ടു ഡു, അവൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ശുശ്രൂഷ നാം ചെയ്യണമെങ്കിൽ, അവൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വിധത്തിൽ ജയോത്സവമായി ജീവിക്കണമെങ്കിൽ, വി നീഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടാതെ നമുക്കൊരിക്കലും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ചെയ്യാൻ സാധിക്കത്തില്ല പ്രിയമുള്ളവരെ. വി നീഡ്, ഇറ്റ്സ് എ മാൻഡേറ്ററി, ഇറ്റ്സ് നോട്ട് ഓപ്ഷണൽ. ഇതൊരു ഓപ്ഷണൽ കാര്യം, ഇത് ചിലർക്ക് വേണ്ടി മാത്രം. നോ, വി നീഡ് ദ ബാപ്റ്റിസം. അപ്പോസ്തല പ്രവൃത്തികൾ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടാതെ ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് യേശു കർത്താവ് ആഗ്രഹിക്കുന്ന ജീവിതം ജീവിക്കാൻ സാധിക്കത്തില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. വി നീഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ എന്താണ് കർത്താവ് പറയുന്നത്? പിതാവ് പറയാ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ അപ്രൂവൽ ഓഫ് ഗോഡ് ഓൾമൈറ്റി. അപ്പോൾ യോഹന്നാൻ സ്നാപകന്റെ ഈ ഒരു ശുശ്രൂഷയിലൂടെ സംഭവിക്കുന്നത് എന്നാ? ജീസസ് ഇസ് ഗെറ്റിംഗ് ഹിസ് അപ്രൂവൽ ഫോർ മിനിസ്ട്രി. യേശുക്രിസ്തുവിന് ഒരു അപ്രൂവൽ, ഒരു അംഗീകാരം ലഭിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു, പിതാവ് അപ്രൂവൽ പറയുന്നു, ആളുകളുടെ മുമ്പിൽ ദർ ഇസ് എൻ അപ്രൂവൽ ആൻഡ് ദർ ഇസ് എ കൺഫർമേഷൻ ഓഫ് ദ ഫാദർ. ഇവിടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോഴേ, ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു. ഹി ഹാഡ് എ യുണീക്ക് ബർത്ത്, ജനനം അസാധാരണമായിരുന്നു. ഹി ഹാഡ് എ യുണീക്ക് ലൈഫ് സ്റ്റൈൽ, ഹി ഹാഡ് എ യുണീക്ക് ലൊക്കേഷൻ, he had a unique message, he had a unique attitude, എന്നാൽ he had a unique commendation. അവസാനം യോഹന്നാൻ സ്നാപകന് വളരെ യുണീക്കായിട്ടുള്ള ഒരു അംഗീകാരം വന്നു. എന്താണ്? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. ദ ഗ്രേറ്റസ്റ്റ് കോമ്പൻഡേഷൻ. പ്രിയമുള്ളവരെ, നമ്മൾ ലൈഫ്സ് ഗോൾ എഴുതത്തില്ലേ? ലൈഫ്സ് വിഷൻ, ലൈഫ്സ് ഗോൾ. നമ്മൾ പല കാര്യങ്ങളും എഴുതും. By 30, I want to do this. By 35, I want to do this. By 40, I want to do this. മക്കളെക്കുറിച്ചൊരു കാര്യം, എല്ലാ കാര്യങ്ങളും, എല്ലാം നല്ല കാര്യങ്ങൾ, ആ ടാർഗറ്റ്സ് ഒക്കെ നല്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി ഒരു ഗോൾ വേണം. ഇതിൻ്റെയൊക്കെ വലിയൊരു ഗോൾ. ആ ഗോൾ എന്തായിരിക്കണമെന്നറിയോ? അവസാനം ക്രിസ്തു നമ്മെക്കുറിച്ച് നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് പറയണം. ദ ഗോൾ ഇസ് ടു ലിവ് ഫോർ ദോസ് 13 വേർഡ്സ്. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഗോൾ. ഈ ലോകം നമുക്കിനി എത്ര സർട്ടിഫിക്കറ്റ് തന്നാലും, ദൈവം അവസാനം ഈ സർട്ടിഫിക്കറ്റ് തന്നില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, ലൈഫ് വേസ്റ്റ്. ചെയ്തതെല്ലാം വേസ്റ്റ്. ഇപ്പം തന്നെ നോട്ട് ചെയ്തോ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു, വെരി ഗുഡ്. പക്ഷെ ദൈവം ഈ സർട്ടിഫിക്കറ്റ് തന്നില്ലെങ്കിൽ ഇറ്റ്സ് ഓൾ വേസ്റ്റ്. അതുകൊണ്ട് ഇന്ന് കർത്താവിനോട് പറയാം, കർത്താവേ, യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞത് എന്നാണെന്നറിയോ? സ്ത്രീകളിൽ ജനിച്ച. കർത്താവ് പറയുന്നത്, വേറെ ഒരാളല്ല പറയുന്നത്. ഇത് പൗലോസ് പറയുകയോ പത്രോസ് പറയുകയോ ശിഷ്യന്മാരോ പറഞ്ഞതല്ല. ജീസസ് ഹിംസെൽഫ് ഇസ് സേയിങ്, ഓഫ് ഓൾ ഹു ഹാവ് ബീൻ ബോൺ ഓഫ് വിമൻ, ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഇസ് ദ ഗ്രേറ്റസ്റ്റ്. അപ്പൊ ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് എന്നറിയോ? കർത്താവെ, നിന്റെ കണ്ണിൽ വലിയവനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, മനുഷ്യരുടെ കണ്ണിലല്ല. ഐ വോണ്ട് ടു ബി ബിഗ് ഇൻ യുവർ ഐസ്. ഐ വോണ്ട് ടു ബി ലാർജ് ഇൻ യുവർ ഐസ്. പക്ഷെങ്കിൽ യേശുക്രിസ്തു അവിടെ കൊണ്ട് പറഞ്ഞു നിൽക്കുന്നില്ല. പിന്നെ പറയുന്നതന്നെ, സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ സ്നാപകന്റെ വിനയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യോഹന്നാൻ സ്നാപകനോട് ഓടി വന്നിട്ട് ചോദിച്ചു, നീ ആരാ? നീ ഏലിയാവാണോ? പറഞ്ഞു, ഞാൻ ഏലിയോ അല്ല. അപ്പൊ നീ മശിയാണോ? പറഞ്ഞു, ഞാൻ മശിയല്ല. എന്നിട്ട് ചോദിച്ചൊരു ചോദ്യം, പിന്നെ നീ ആരാ? ഹു ആർ യു? ഇത്ര ശക്തമായി പ്രസംഗിക്കുന്ന മനുഷ്യനോട് വന്ന് ചോദിക്കുക. നമ്മുടെ ആളുകൾ വല്ലതായിരുന്നെങ്കിൽ അപ്പം തന്നെ അത് ഏറ്റെടുത്തേനെ. യെസ്, ഞാൻ ഇതാണ്, ഞാൻ അതാണ്, ടൈറ്റിലൊക്കെ കൊടുത്ത് എല്ലാം റെഡിയാക്കിയേനെ. പുള്ളി പറഞ്ഞു, ഞാൻ അതല്ല, ഞാൻ ഐ എം നത്തിങ്. അപ്പം പിന്നെ ഒരു ചോദ്യം, ശരി, നീ അതല്ല, നീ ഏലിയാവല്ല, നീ മശിയല്ല, പിന്നെ ചോദിക്കുന്നു, ഹൂ ആർ യു? അല്ലേ? അപ്പം അതിന് ഏലിയാവ് ഉത്തരം പറഞ്ഞു കേട്ടോ. തൻ്റെ പേര് പോലും പറയുന്നില്ല. പുള്ളി പറഞ്ഞു, ഞാൻ മരുഭൂമിയിലെ ഒരു ശബ്ദം. ഐ ആം ജസ്റ്റ് എ വോയിസ്. എ വോയിസ് ഡസ് നോട്ട് ഹാവ് എ നെയിം. ഐ എം ജസ്റ്റ് എ വോയിസ്. ഇതാണ് പ്രിയമുള്ളവരെ ട്രൂ ഗ്രേറ്റ്നെസ്. ബിഗ് ഇൻ ഗോഡ്സ് ഐസ്, ജസ്റ്റ് എ വോയിസ് ഇൻ ഫ്രണ്ട് ഓഫ് മാൻ. അതാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും. ഇന്നലെ ഞാൻ
കോഴഞ്ചേരിയിൽ അവിടുത്തെ പ്രസംഗിക്കാൻ പോയിരുന്നു, ചേർച്ചില്ല. പ്രസംഗിക്കാൻ കയറിയപ്പം അവിടുത്തെ ആൾ എന്നെ ഇങ്ങനെ ഒത്തിരി കാര്യം പറഞ്ഞു കൊടുത്തി പറഞ്ഞു, ഇത് ബൈ ദ വേ നമുക്കെല്ലാം അഭിമാനമാണ്, ഇത് നമ്മുടെ പാർലമെൻറ്റിൻ്റെ ശബ്ദമാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം ഞാൻ തലയിലോട്ട് കൈ വെച്ചിട്ട് പറഞ്ഞു, കർത്താവേ, പാർലമെൻറ്റിൻ്റെ ശബ്ദത്തെക്കാൾ ഞാൻ അറിയപ്പെടേണ്ടത് നിൻ്റെ ശബ്ദമായി നിൽക്കണം. എൻ്റെ ആഗ്രഹം അതാ. ഐ വോണ്ട് ടു ഡൈ ആസ് യുവർ വോയിസ്. അല്ലാതെ ഇന്നുള്ള നാളെ പോകുന്ന പാർലമെൻറ്റ് ശബ്ദം ഞാനാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എന്തെങ്കിലും പ്രയോജനമുണ്ട്? ഐ വോണ്ട് ടു ബി യുവർ വോയിസ്. ഈ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് എന്താ പറഞ്ഞതെന്നറിയോ? അവൻ മരുഭൂമിയിൽ ഒരു ശബ്ദം. അങ്ങനെ ആയിരുന്നു യോഹന്നാനെ തന്നെ കണ്ടത്. പക്ഷെ യേശു യോഹന്നാനെ കണ്ടത് എന്തുവാ? സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ. ഹി ഹാഡ് എ യുണീക്ക് കോമ്പിനേഷൻ. നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്കും ഈ കോമ്പിനേഷൻ വേണം. ലിവ് ഫോർ ദോസ് 13 വേർഡ്സ്. വെൽ ഡൺ യു ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്. അത് കേൾക്കാൻ വേണ്ടി ജീവിക്കണം. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഒറ്റ ലക്ഷ്യം, ആ വാക്കുകൾ കേൾക്കാൻ സാധിക്കണം. അതിന് യു ഹാവ് ടു ഹാവ് എ യുണീക്ക് ലൈഫ് സ്റ്റൈൽ. അസാധാരണമായ ജീവിതശൈലി, അസാധാരണമായ ദൂത്, അസാധാരണമായ മനോഭാവം, അസാധാരണമായ താഴ്മ, അസാധാരണമായ ദൈവശബ്ദം കേൾക്കുവാനുള്ള കൃപ. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഇസ്. എന്തായിരുന്നു ദൂത്? മാനസാന്തരപ്പെടുവീൻ, ദൈവരാജ്യം അടുത്തിരിക്കുന്നു. യോഹന്നാൻ സ്നാപകന് ഒരു ജോലി ഉള്ളായിരുന്നു. എന്താ അറിയാമോ? യേശു ക്രിസ്തുവിന് വഴിയൊരുക്കുക. പ്രിപ്പയർ ദ വേ ഫോർ ഹിസ് ഫസ്റ്റ് കമ്മിങ്. നമുക്കൊരു ജോലിയേ ഉള്ളൂ, പ്രിപ്പയർ ദ വേ ഫോർ ഹിസ് സെക്കൻഡ് കമ്മിങ്. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ആളുകളെ ഒരുക്കുക. സെയിം ജോബ് പ്രൊഫൈലാ, വ്യത്യാസമൊന്നുമില്ല കേട്ടോ. 2 ടൈം ലൈൻസ് ആണെന്നേ ഉള്ളൂ. സെയിം ജോബ് ഡിസ്ക്രിപ്ഷൻ. പ്രിപ്പയർ ദ വേ. യോഹന്നാൻ അത് കർത്താവിൻ്റെ ആദ്യ വരവിന് ദൈവം എടുത്ത് ഉപയോഗിച്ചു. അവൻ്റെ രണ്ടാമത്തെ വരവിന് നമ്മൾ ഓരോരുത്തരെയും. പക്ഷെങ്കിൽ പ്രാഗൽഭ്യത്തോടെ അത് പറയണമെങ്കിൽ അസാധാരണമായ ജീവിതശൈലി വേണം പ്രിയമുള്ളവരെ. ലെറ്റ് us മോഡൽ ദ ലൈഫ് സ്റ്റൈൽ ഓഫ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ കഥാപാത്രത്തെക്കുറിച്ച് പഠിച്ച് തീരുമ്പോൾ, അവസാനിപ്പിക്കുമ്പോഴേ നമ്മളോട് തന്നെ ചോദിക്കണം, ആ ഒരു ലെവലിലേക്ക് നാം വർദ്ധിച്ചു വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വാട്ട് ഷുഡ് വി ഡു? ദൈവം ആഗ്രഹിക്കുന്ന ലൊക്കേഷനിൽ നിൽക്കണം. അവൻ്റെ ശബ്ദം മരുഭൂമിയിൽ കേൾക്കണം. ചില സൗണ്ടുകളൊക്കെ ഒന്ന് കുറയ്ക്കണം. ലൈഫ് സ്റ്റൈലിൽ ചില ചേഞ്ചസ് വരുത്തണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങളൊക്കെ നിർത്തണം. ചിലതൊക്കെ പുതുതായി തുടങ്ങണം. അപ്പോൾ നമുക്ക് പറയാനൊരു ദൂതും പറയാനുള്ള പ്രാഗൽഭ്യവും ദൈവം നമുക്ക് തരും. നമുക്കൊരു ഒറ്റ റെസ്പോൺസിബിലിറ്റി ഉള്ളൂ പ്രിയമുള്ളവരെ. കർത്താവിൻ്റെ രണ്ടാം വരവിനായി ആളുകളെ ഒരുക്കണം. നമ്മെ തന്നെ ഒരുക്കണം, അനേകരെ അതിനുവേണ്ടി ഒരുക്കണം. പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഇന്ന് കേട്ട ദൈവവചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യോഹന്നാൻ സ്നാപകൻ്റെ ജീവിതത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, അവനോ വളരണം ഞാനോ കുറയണം എന്ന് യഥാർത്ഥമായി ആഗ്രഹിച്ച യോഹന്നാൻ സ്നാപകൻ, കർത്താവെ, പുതിയ നിയമത്തിൻ്റെ ആദ്യ താളുകളിൽ യോഹന്നാൻ സ്നാപകനുണ്ട്. അതിനുശേഷം കാണുന്നില്ല. കർത്താവിന് വേണ്ടി വഴി ഒരുക്കി അങ്ങനെ ചരിത്രത്തിൽ മാഞ്ഞു പോയൊരു വ്യക്തി, മരുഭൂമിയിലെ ശബ്ദം. കർത്താവെ, അതുപോലെ ഞങ്ങളായിത്തീരണം. ഞങ്ങളുടെ ജീവിത ശൈലികളിൽ മാറ്റം വരുത്തേണ്ടതൊക്കെ മാറ്റം വരുത്തുവാനുള്ള കൃപ തരണം. ചിലതൊക്കെ മുറിച്ച് മാറ്റുവാനുള്ള കൃപ തരണേ കർത്താവെ. ചില സൗണ്ടിൻ്റെയൊക്കെ വോളിയം കുറയ്ക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ലോകം പോകുന്നത് പോലെ പോകാനല്ല കർത്താവെ, ലോകത്തിൽ നിന്ന് മാറി നിൽപ്പാൻ, ലോകത്തിലൊരു വെളിച്ചമായി നിൽപ്പാൻ, കർത്താവെ, ഞങ്ങളുടെ കൺവിക്ഷൻസിൽ നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ രണ്ടാം വരവിനായി അനേകരെ ഒരുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ കാലഘട്ടത്തിൽ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണം. ഞങ്ങൾക്ക് കർത്താവെ അതിനുള്ള ശക്തിയില്ല. അങ്ങ് കൃപ തന്നേ മതിയാവും. അതങ്ങ് ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. അവസാനം അങ്ങയുടെ ലോർഡ്, വി വോണ്ട് യുവർ അപ്രൂവൽ. ആ വലിയ കമൻറ്റേഷന് വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്, മനുഷ്യരുടെ കമൻറ്റേഷന് വേണ്ടിയല്ല. യോഹന്നാൻ സ്നാപകൻ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ കർത്താവ്, ഹെരോദാവ് മുതൽ ആളുകളുടെ കർത്താവെ റിജക്ഷനാണ് ഫേസ് ചെയ്തത്. എന്നാൽ കർത്താവിൻ്റെ അംഗീകാരം, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലുത്. അത് കേൾക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ.